ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, UDF നേതാക്കളിന് ശശിയുടെ തീവ്രത അളന്നോട്ടെ. ഇതുവരെ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത് AK ബാലനും PK ശ്രീമതി ടീച്ചറും ഈ ശശിയുടെ തീവ്രത അളന്നുകൊണ്ടിരിക്കുകയാണെന്നല്ലേ. ഇനി അളക്കേണ്ടത് VD സതീശനും PK കുഞ്ഞാലിക്കുട്ടിയും അല്ലേ. PK കുഞ്ഞാലിക്കുട്ടിയും VD സതീശനും അടൂർ പ്രകാശും ഉൾപ്പെടെയുള്ളവർ PK ശശിയുടെ തീവ്രത അളക്കട്ടെ. അത് നമ്മുടെ പാലക്കാട് MLA മുകളിൽ വരുമോ താഴെ വരുമോ എന്ന് അവർ കണ്ടെത്തട്ടെ. അതാണ് കുറച്ചുകൂടി. എടോ കള്ള് കച്ചവടക്കാരൻ സുരേഷ് ബാബു, ഞങ്ങൾക്ക് എന്തായാലും അളക്കാനുള്ള മെഷീന് ഒന്നാമത്തെ കാര്യം ഞങ്ങളുടെ കയ്യിലില്ല. പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളത് ഒന്ന് സതീശനാണ്, പിന്നെ കുഞ്ഞാലിക്കുട്ടിയാണ്, അടൂർ പ്രകാശൊക്കെയാണ്. ഇപ്പോൾ ഈ ആണുങ്ങളെ കണ്ടാൽ ചിലപ്പോൾ ആളുകൾക്ക് ഉദ്ധരിച്ചോളണമെന്നില്ല അല്ലേ. ആണുങ്ങളെ കണ്ടാൽ ഒരാണിന് ലൈംഗികമായിട്ട് ഉദ്ധരിക്കുമെന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ എന്തായാലും ഇല്ല. നിങ്ങൾക്കത് ഉദ്ധരിക്കില്ല. ഇപ്പോൾ ഒരു സ്ത്രീയെ കണ്ടാലാണ് ഒരു പുരുഷന് ഉദ്ധരണം ഉണ്ടാവുകയുള്ളൂ, അവൻ്റെ ലിംഗം ഉദ്ധരിക്കുകയുള്ളൂ എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ പറയുന്ന ബാലനെയും ബാലന് കൂട്ടായിട്ട് ശ്രീമതിയെയും ഈ പറയുന്ന അളവ് സംഘത്തിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ബാലൻ ആദ്യം പോയിട്ടൊന്ന് നല്ല എണ്ണയൊക്കെ ഇട്ട് ഒന്ന് തടവി നോക്കും. അപ്പം ബാലൻ തടവിയിട്ട് ഉദ്ധരിക്കുന്നില്ല എന്ന് കണ്ടാൽ ഇപ്പം അളക്കണമെങ്കിൽ ഇത് ഉദ്ധരിക്കണമല്ലോ. ഉദ്ധരിച്ച് കഴിയുമ്പോഴാണല്ലോ എത്രത്തോളമാണ് അകത്തോട്ട് കയറിയത്, എത്രത്തോളം പുറത്ത് നിന്നു എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഉദ്ധരിക്കാത്ത ലിംഗം അളക്കാൻ പറ്റുമോ? അപ്പോൾ അതുകൊണ്ട് ബാലൻ ആദ്യം എണ്ണയൊക്കെ ഇട്ട് ഒന്ന് മസാജൊക്കെ ചെയ്ത് ഒന്ന് തടവിയൊക്കെ നോക്കി. അപ്പോൾ ചില ആളുകളുടേത് ബാലൻ തടവിയപ്പോൾ എന്തായി, ഉദ്ധരിച്ചു. ഇനി ചില ആളുകളത് ബാലൻ തടവിയപ്പോൾ ഉദ്ധരിച്ചില്ല. അപ്പോൾ അവരത് ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ആളെ കൂടി കൂട്ടത്തിൽ കൂട്ടിയത്. അത് നിങ്ങളുടെ ബോധ്യമാണ്. ഞങ്ങൾക്ക് എന്ത് മതി? നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് മതി. ഇപ്പോൾ ബ്ലഡും ഷുഗറും പ്രഷറും ഒക്കെ ചെക്ക് ചെയ്ത് എല്ലാ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ചെക്ക് ചെയ്യണം, വേണ്ട. എവിടെയെങ്കിലും ഒന്ന് ചെക്ക് ചെയ്തതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായാൽ മതി. ആ സർട്ടിഫിക്കറ്റ് എല്ലായിടത്തും ചലേക, അങ്ങനെയാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾ ഈ AKG സെൻറ്റർ കമ്മ്യൂണിസ്റ്റിന് സുപ്രീം കോടതിയിലെ ഈ പറയുന്ന ബാലനും അതുപോലെ ശ്രീമതിയും ചേർന്നുള്ള ഡിവിഷൻ ബെഞ്ച് നൽകിയ PK ശശിക്ക് നൽകിയ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, ആ സർട്ടിഫിക്കറ്റ് മതി ഞങ്ങൾക്ക് തൽക്കാലം. ഞങ്ങൾ ആരുടേതും അളക്കാൻ പോകുന്നുമില്ല. ഈ അളക്കേണ്ട മെഷീനും ഞങ്ങളിതില്ല. ഇപ്പം നിങ്ങൾക്കും ആ മെഷീൻ ഇല്ലെന്നറിയാം. കാരണം കഴിഞ്ഞ തവണ ഈ ശ്രീമതി കൊൽക്കത്തയിൽ നിന്ന് ബീഹാറിലേക്ക് വന്നപ്പോൾ ട്രെയിനിൽ വെച്ചിട്ട് ബാഗ് പോയിട്ടുണ്ട്, മോഷണം പോയിട്ടുണ്ട്. ആ ബാഗിലായിരുന്നു ഈ അളവ് മെഷീൻ ഉണ്ടായിരുന്നത്. കാരണം ബാലൻ്റെ കയ്യിൽ ഈ അളവ് മെഷീൻ ഇരുന്നത് കൊണ്ട് ഒരു ഉപകാരവും. കാരണം എന്താ, ബാലൻ പോയിട്ട് എണ്ണയിട്ട് തടവിയിട്ട് എണ്ണ നഷ്ടാവുക എന്നല്ലാണ്ട് ഇവന്മാരുടേതൊന്നും ആരത് ഈ പറയുന്ന മുകേഷിൻ്റെതോ ഇനി മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള P ശശിയുടേതോ അല്ലെങ്കിൽ തോമസ് ഐസക്കിൻ്റെതോ കടകംപള്ളിയുടേതോ KT ജലീലിൻ്റെതോ മുഹമ്മദ് റിയാസിൻ്റെതോ PD ശ്രീരാമകൃഷ്ണൻ്റെതോ ആരുടേതും ഉദ്ധരിക്കുന്നില്ല. അവിടെ വെറുതെ എണ്ണ ഇങ്ങനെ പോയി എന്നല്ലാതെ ഒരു ഉപകാരമില്ല. അങ്ങനെയാണ് അവസാനം ശ്രീമതിയെ എന്താക്കിയത്, ഈ പറയുന്ന സംഘത്തിലേക്ക് ഉൾപ്പെടുത്തിയത്. സംഘം എന്നൊന്നും പറയാനില്ല, 2 അംഗ സംഘമാണ് അതിലേക്ക് ഉൾപ്പെടുത്തിയത്. ആദ്യം ഒറ്റയക്ക സംഘമായിരുന്നു. അങ്ങനെ ബാലൻ തടവിയിട്ട് ഇതിപ്പോൾ വല്ലാത്തൊരു ഗതികേടാണെന്നേ. ഉദ്ധരിക്കാത്ത ലിംഗത്തിൻ്റെ നീളം എങ്ങനെ നോക്കുക? ഇതിങ്ങനെ സ്റ്റഡിയായി നിന്നാലല്ലേ നീളം അളന്ന് നോക്കാൻ പറ്റുള്ളൂ. എന്നിട്ടല്ലേ 2 ഇഞ്ച് ഉള്ളിൽ 1 ഇഞ്ച് പുറത്ത്, 3/4 ഇഞ്ച് പുറത്ത്, 4 തുള്ളി അകത്ത്, 2 തുള്ളി പുറത്ത് എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് അവസാനം എന്താക്കിയത്, മെഷീൻ്റെ ഉടമസ്ഥാവകാശം അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗം അത് ശ്രീമതിയെ ഏൽപ്പിക്കുന്നത്. ആ മെഷീനാണ് ഇപ്പം കളവ് പോയിട്ടുള്ളത്. അപ്പോൾ സുരേഷ് ബാബുവിനോട് പറയാനുള്ളത്, അമ്പൊക്കെ ശരിയാ, കള്ള് കച്ചവടമൊക്കെ നല്ല സ്പിരിറ്റ് കച്ചവടം നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ആയിക്കോട്ടെ, നടന്നോട്ടെ, ആരെ വേണമെങ്കിലും മത്സരിപ്പിച്ചോ. ഞങ്ങൾക്കൊരു കാര്യം കിട്ടിയാൽ മതിയോ, ഞങ്ങൾക്ക് ഈ പറയുന്ന നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് മതി. ആ സർട്ടിഫിക്കറ്റിൽ തീവ്രത കുറവായത് കൊണ്ടാണല്ലോ ഈ പറയുന്ന 2021 മുതൽ 2026 വരെയുള്ള കാലയളവിൽ KTDCയുടെ ചെയർമാനായിട്ട് PK ശശിയെ സാക്ഷാൽ പിണറായി വിജയൻ അവരോധിച്ചത് അല്ലേ. ഇത്രയും കാലം CPM PK ശശിയെ കൊണ്ടു നടന്നപ്പോഴും ഈ ശ്രീമതിയും ബാലനും തന്ന സർട്ടിഫിക്കറ്റ് അത് ധാരാളമായിരുന്നല്ലോ നിങ്ങൾക്ക്. ഇനി കോൺഗ്രസിനും UDFനും ഈ പറയുന്ന ശശിയെ കൊണ്ടു നടക്കാൻ
ശ്രീമതിയും ബാലനും തന്ന സർട്ടിഫിക്കറ്റ് തന്നെ മതി. കാരണം ശശിയെ KTDCയുടെ ചെയർമാനാക്കിയത് 2021 മുതൽ 2026 വരെ. കഴിഞ്ഞ ദിവസം ശശി ഈ പറയുന്ന KTDCയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോകുന്നത് വരെ ആ പദവിയിലേക്ക് പിടിച്ചിരുത്തിയത് എന്ന് പറഞ്ഞാൽ, KTDCയുടെ ചെയർമാൻ സ്ഥാനം എന്ന് പറഞ്ഞാൽ ഒരു ക്യാബിനറ്റ് പദവിക്ക് തുല്യമാണ്. അങ്ങനെ ഒരു പദവി നൽകി ശശിയെ സംരക്ഷിച്ചതാരാ? പിണറായി വിജയനാ. അന്ന് പിണറായി വിജയന് ഈ പദവി നൽകുമ്പോൾ അറിയില്ലായിരുന്നോ ശശി മോശക്കാരനാണ്, ശശി പെണ്ണുപിടിയനാണ്, ശശി ഈ പറയുന്ന ഫണ്ട് തട്ടിപ്പുകാരനാണ് എന്നൊന്നും അറിയില്ലായിരുന്നോ? ഇനി പിണറായി വിജയൻ ഇത് ചെയ്യാൻ പോകുമ്പോൾ ഈ പറയുന്ന സുരേഷ് ബാബുവും AK ബാലനും ശ്രീമതിയും ഒക്കെ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? എന്നാൽ പിണറായി വിജയനോടൊപ്പം ചെന്ന് പറയണ്ടേ, ശശി ഇത്തരക്കാരനാണ്, ഇത് നൽകാൻ പാടില്ല, ശശി ഉള്ളത് കൊണ്ട് പാർട്ടി ഓഫീസിലേക്ക് പോലും സ്ത്രീകൾ വരാറില്ല എന്നാണ് നിങ്ങൾ പറയേണ്ടിയിരുന്നില്ലേ? അതിന് പകരം നിങ്ങൾ എന്താ ചെയ്തത്? ശശി ഉള്ളപ്പോൾ ശശി പീഡിപ്പിച്ച് കയറി പിടിച്ച് മാനഭംഗം നടത്തി ആക്രമിച്ച് ഒക്കെ സ്ത്രീകൾ പാർട്ടി ഓഫീസിൻ്റെ വഴി തിരിഞ്ഞു നോക്കാതെ വന്നപ്പോൾ ശശിക്ക് പീഡിപ്പിക്കാൻ വേണ്ടി പുതിയൊരു ഓഫീസ് സജ്ജമാക്കി കൊടുത്തു നിങ്ങൾ. എന്നിട്ട് വില പറഞ്ഞ് നിങ്ങൾ പണം കൊടുത്ത് വാങ്ങിയ ഇറച്ചി, പച്ച ഇറച്ചി, മാംസങ്ങളെ നിങ്ങൾ ആ പുതിയ ഓഫീസിലേക്ക് നിരന്തരമാക്കി എത്തിച്ചു കൊണ്ടേയിരുന്നു. അപ്പോൾ ശശിക്ക് ഈ പറയുന്ന പച്ച ഇറച്ചി എത്തിക്കുന്നതിൻ്റെ വിതരണക്കാരൻ, മാമാ പണിക്കാരൻ നമ്പർ 1 പിണറായി വിജയനായിരുന്നു, രണ്ടാമത് ശ്രീമതിയായിരുന്നു, മൂന്നാമത് ബാലനായിരുന്നു, നാലാമത് ഗോവിന്ദനായിരുന്നു, അഞ്ചാമത് സുരേഷ് ബാബു ആയിരുന്നു, എല്ലാം സഖാക്കളായിരുന്നു. എന്ന് പറഞ്ഞാൽ സഖാക്കളെ ഇവിടെ ആരോടൊപ്പം? നിങ്ങൾ പറയുന്നു നിങ്ങൾക്കറിയാം ശശി ഫണ്ട് തട്ടിപ്പുകാരനാണെന്ന്, നിങ്ങൾക്കറിയാം ശശി സ്ത്രീ പീഡകനാണെന്ന്, നിങ്ങൾക്കറിയാം ശശി ബലാത്സംഗ വീരനാണെന്ന്, നിങ്ങൾക്കറിയാം ശശി മാനഭംഗപ്പെടുത്തുന്നവനാണെന്ന്, നിങ്ങൾക്കറിയാം ശശി ഉള്ളത് കൊണ്ട് സ്ത്രീകൾ ആ വഴിക്ക് വരാറില്ല എന്ന്. അങ്ങനത്തെ ശശിയെ കൊണ്ട് നടന്നതും KTDCയുടെ ചെയർമാനാക്കിയതും നിങ്ങളല്ലേ? അപ്പോൾ നിങ്ങൾ കൊടുത്ത സർട്ടിഫിക്കറ്റ് തന്നെ ധാരാളം. ശശിക്ക് ഇനി മുന്നോട്ടുള്ള കാലം, മുന്നോട്ടുള്ള യാത്രക്ക് നിങ്ങൾ നൽകിയ സർട്ടിഫിക്കറ്റ് തന്നെ ധാരാളമാണ് അല്ലേ? അല്ലെന്ന് പറയാൻ കഴിയുമോ? അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം നിങ്ങൾ തുറന്ന് സമ്മതിക്കണം, ഇതൊക്കെ അറിഞ്ഞ നിങ്ങൾ മൂടിക്കെട്ടി ശശിയുടേത് ഊമ്പുകയായിരുന്നു നിങ്ങൾ സഖാക്കൾ എന്നുള്ളത്. അത് നിങ്ങൾ സമ്മതിക്കേണ്ടി വരും. രണ്ടിലൊന്നാണ്. ഒന്നില്ലെങ്കിൽ നിങ്ങൾ ശശിക്ക് കൂട്ടിക്കൊടുപ്പ് നടത്തുകയായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ശശിയുടേത് ഊമ്പുകയായിരുന്നു. ഈ പറയുന്ന സുരേഷ് ബാബുവും പിണറായി വിജയനും ഗോവിന്ദനും അടങ്ങുന്ന സംഘം എല്ലാവരും മാറി നിന്ന് ക്യൂ നിന്നുകൊണ്ട് ശശിയുടേത് ഊമ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് നിങ്ങൾ തുറന്ന് സമ്മതിക്കേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പോൾ ശശിയെ കൂടെ കൂട്ടാൻ നിങ്ങൾ നൽകിയ സർട്ടിഫിക്കറ്റ് തന്നെ ധാരാളമാണ് ഈ പറയുന്ന സഖാക്കളെ എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. ഇവിടെ എന്താണ് പറ്റിയിരിക്കുന്നത്? ശശി പ്രശ്നക്കാരനായതുകൊണ്ടാണോ? അല്ല. പിന്നെന്താണ് പ്രശ്നം? ശശി പാർട്ടി വിടുന്നു എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ ദിവസം മെനിഞ്ഞാന്ന് ഈ പാലക്കാട് ജില്ലയിൽ ഈ വിമതരുടെ സംഗമം കൺവെൻഷൻ നടക്കുന്നത് വരെ ശശി ഒരു പ്രശ്നക്കാരനായിരുന്നില്ല. എന്നാൽ ആ കൺവെൻഷൻ നടക്കുന്നു, ശശി ആ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നു, ശശി ഈ പറയുന്ന പാലക്കാട് ജില്ലാ കമ്മിറ്റിക്ക് നേരെ നിശിത വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. ആ നിമിഷം മുതൽ ശശി പ്രശ്നക്കാരനായി. അപ്പോൾ ഇവർ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ശശി ഇവരുടെ കൂട്ടത്തിൽ നിൽക്കുമ്പോഴും കുഴപ്പക്കാരനാണ്. അപ്പം മെഞ്ഞാന്ന് മുതൽ ഈ നിമിഷം വരെ 2 ദിവസം കൊണ്ട് ശശി പീഡനം നടത്തിയവനാണോ? ബലാത്സംഗം ചെയ്തവനാണോ? അല്ലെങ്കിൽ ബലാത്സംഗ വീരനാണോ? സ്ത്രീകൾ ഈ 2 ദിവസം മാത്രമായിട്ടാണോ ശശിയെ കാണുമ്പോൾ അടുത്ത് പോകാതെ തന്നത്? അല്ലല്ലോ, അതിന് മുമ്പുണ്ടായിരുന്ന കാര്യമല്ലേ. അപ്പോൾ ഈ കാര്യങ്ങൾ അറിയുന്നവർ ശശിയെ സംരക്ഷിക്കുകയായിരുന്നു. അതാണ് ശശിയെ സംരക്ഷിക്കുകയായിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശശിക്ക് നൽകിയ ഈ പറയുന്ന KTDCയുടെ ചെയർമാൻഷിപ്പ് എന്ന് പറയുന്നത് അല്ലേ. എന്നിട്ട് സുരേഷ് ബാബു വന്നിട്ട് നമ്മളോട് പറയാ, നിങ്ങൾ ശശിയുടേത് അളന്ന് നോക്ക് എന്ന്. സുരേഷ് ബാബു ഒരു കാര്യം ചെയ്താൽ മതി, വീട്ടിലുള്ളവരുടെ ആഴമൊന്ന് അളന്ന് നോക്ക്. വീട്ടിലുള്ളവരുടെ നീളമെന്ന് ഞാൻ പറയുന്നില്ല, വീട്ടിലുള്ളവരുടെ ആഴമൊന്ന് സുരേഷ് ബാബു അളന്ന് നോക്ക്. എന്നിട്ട് സുരേഷ് ബാബു തീരുമാനിക്കുക ഏതാണ്, എങ്ങനെയാണ്, എങ്ങോട്ടൊക്കെയാണ് എന്നൊക്കെ. ഇതിനപ്പുറം ഞാനൊന്നും പറയുന്നില്ല. മനസ്സിലായില്ലേ? ഇതിനപ്പുറം ഞാനൊന്നും പറയാൻ തയ്യാറാവുന്നില്ല. അപ്പോൾ
ഞങ്ങൾക്കൊന്നാമത് അളക്കാനും അറിയില്ല, അളക്കാനുള്ള മെഷീനും ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൊടുത്ത സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, തീവ്രത കുറവാണ് എന്നുള്ള സർട്ടിഫിക്കറ്റ്, ആ സർട്ടിഫിക്കറ്റ് മതി തൽക്കാലം. ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, സിദ്ദിഖ് MLA, സിദ്ദിഖ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അയാളുടെ ഒരു മാസത്തെ സാലറി കൊടുത്തു. ഇതിന് സർട്ടിഫിക്കറ്റ് കൊടുത്താരാ, റെസിപ്റ്റ് കൊടുത്താരാ? പിണറായി ഗവൺമെൻറ്. അപ്പോൾ ആ റെസിപ്റ്റ് മതി. അല്ലാതെ പിണറായി ഇപ്പോൾ ഞാൻ 50,000 കൊടുത്തിട്ടുണ്ട്, എൻ്റെ ഒരു മാസത്തെ സാലറി കൊടുത്തിട്ടുണ്ട്, എനിക്ക് വീണ്ടും റെസിപ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി 2026 അധികാരമേൽക്കുമ്പോൾ അയാൾക്ക് പോയിട്ട് രണ്ടാമത് റെസിപ്റ്റ് ചോദിക്കൂല. കാരണം എന്താ? പിണറായി വിജയൻ കൊടുത്ത സർട്ടിഫിക്കറ്റ് മതി. അതുപോലെ തന്നെ ഇപ്പോൾ AK ബാലനും ശ്രീമതിയും കൊടുത്ത സർട്ടിഫിക്കറ്റ് മതി തീവ്രത കുറവാണെന്നുള്ളത്. ഞങ്ങൾ ആരും അളക്കാൻ പോകുന്നില്ല. ഒന്നാമത്തേന് കാര്യമോ, ഞങ്ങൾക്ക് ആർക്കും ഈ അളവ് പരിപാടി അറിയില്ല. രണ്ടാമത്തെ കാര്യം, ഞങ്ങളുടെ കയ്യിൽ ഈ മെഷീനും ഇല്ല. മനസ്സിലായില്ലേ? ഈ പരിപാടി അറിയുന്നത് ഈ മെഷീൻ ഉള്ളതും PK ശ്രീമതിൻ്റെ അടുത്തോ AK ബാലിൻ്റെ അടുത്തോ. അപ്പം നിലവിൽ തൽക്കാലം ഞങ്ങൾ അവർ കൊടുത്ത സർട്ടിഫിക്കറ്റ് കൊണ്ട് അങ്ങോട്ട് തൃപ്തിപ്പെടാൻ പോവുകയാണ്. നിൻ്റെ അടിവേര്, ഈ കള്ള് കച്ചവടക്കാരൻ സുരേഷ് ബാബുവിൻ്റെ അടിവേര്, ഞാൻ പലപ്പോഴും മുമ്പും ഇവൻ പല വർത്താനം പറയുമ്പോൾ ഇവനെന്താ ഒരു ബോധമില്ലാത്ത പോലെ പറയുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടായി. ഇപ്പം മനസ്സിലായേ, കള്ള് കച്ചവടക്കാരനാണല്ലോ മൂപ്പര്. രാവിലെ എണീറ്റാ ഫസ്റ്റിനെ 2 വിട്ടിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ പിന്നെ അതിൻ്റെ ഹാങ് ഓവറിലാണ് വർത്താനം മൊത്തം വരുന്നത്. ഈ കള്ള് കച്ചവടക്കാരനെ അടിവേർ അറുത്തിട്ടേ ഇനി വിശ്രമമുള്ളൂ എന്നുള്ളതാണ്.